എന്താ ചേട്ടൻ പറയാനുള്ള ആര് ജയിക്കണമെന്ന് പറയുന്നത്? എന്താ പ്രതീക്ഷ? അതായത് BJP-നെ തകർക്കണമെങ്കിൽ BJP-ക്ക് എതിരായി നിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് സാധിക്കും. മറ്റൊരു രാഹുൽ ഗാന്ധി അല്ലേ മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഇവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു. എന്താ അങ്ങനെ പറയാനുള്ള ഒരു കാരണം? കാരണം ഇതേ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലാണ് അധികം സീറ്റുള്ളത്. അദ്ദേഹം അവിടെ മത്സരിക്കുകയാണെങ്കിൽ കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടിയാൽ BJP-ന്റെ ഭരണത്തിനെ നമുക്ക് ചെറുക്കാൻ കഴിയില്ല. പക്ഷെ അതെന്താ ഭയത്തോടു കൂടി അവരിപ്പോൾ ആ കുടുംബത്തിലാരും തന്നെ UP-യിൽ മത്സരിക്കാൻ ഭയക്കുന്നില്ല. അതാണ് അവിടെ പ്രശ്നം. നിങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ട ഒരു MP ആണ്. അദ്ദേഹം ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ, അതൊക്കെ മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തോട്, ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു വിട്ട മണ്ഡലത്തോട് നീതി പുലർത്തി കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി എന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഞാൻ പറഞ്ഞ UP-യിൽ എന്തായിരുന്നു, അമേഠിയിൽ എന്തായിരുന്നു, അതുപോലെയാണ് ഇവിടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിച്ചത്. ഇവിടെ ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അവിടെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവിടെ അവരെ അറ്റൻഡൻസ് തന്നെ കണ്ടില്ലേ, പാർലമെൻറ്റിൽ അറ്റൻഡൻസ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെടേണ്ട കാര്യത്തിലൊക്കെ പിന്നോട്ടായിരുന്നു. കുറേ ലൈറ്റൊക്കെ അവിടുന്ന് ആരെയും ഏജൻസി വഴി കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. ആശങ്കയുണ്ട്. ഈ പൗരത്വ നിയമം വരുന്നതോടുകൂടി ആശങ്കകളൊക്കെ രാഹുലിനെതിരായിട്ട് വോട്ടായി മാറും.